ശരിക്കും ഞാനല്ല സ്ട്രഗിൾ ചെയ്യുന്നത്. കാരണം എൻ്റെ ഹസ്ബൻഡാണ് സ്ട്രഗിൾ ചെയ്യുന്നത്. നമ്മുടെ ഒരു പാഷൻ മനസ്സിലാക്കി കൂടെ നിൽക്കുന്നത് അവരാണ്. അപ്പൊ എനിക്ക് ആ സ്പേസ് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസ് ഉണ്ടാക്കി തരുന്ന ശരിക്കും അവരാണ്. കൺഗ്രാറ്റുലേഷൻസ് ശ്രീലങ്ക മാമിന് ഇപ്പോൾ ഇന്നൊരു അവാർഡൊക്കെ റിസീവ് ചെയ്തിട്ട് വരുവാണ്. സപ്പോർട്ടിംഗ് ആക്ട്രസിനുള്ള അവാർഡൊക്കെയാണ് കിട്ടിയത്. എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇത്രയും വലിയൊരു അവാർഡ് ഫംഗ്ഷന്റെ ഭാഗമാകാൻ സാധിച്ചത് തന്നെ വളരെയധികം ഭാഗ്യം. പിന്നെ എന്നെ അതിലേക്ക് സെലക്ട് ചെയ്ത ഓരോ ഓഡിയൻസിനോടും വളരെയധികം നന്ദിയുണ്ട്. അതിനോടൊപ്പം തന്നെ കേരള വിഷനോട് വളരെയധികം നന്ദിയുണ്ട്. എങ്ങനെയുണ്ട് ഇത്തരത്തിലുള്ള ഒരു അവാർഡൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് സപ്പോർട്ടാണ്, കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻ ഫ്യൂച്ചർ ആണെങ്കിലും കൂടുതൽ നല്ല പ്രൊജക്ട്സിലൊക്കെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്? അപ്പം നമ്മുടെ അവാർഡ് എന്ന് പറയുന്നത് തന്നെ എന്താ പറയുക, നമുക്കൊരു പ്രചോദനമാണ്. കാരണം നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടി, നമ്മുടെ ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മുടെ ആക്ടിങ് കുറച്ചുകൂടി നന്നാക്കണം എന്നുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. അതെ അതെ. ഇപ്പോൾ ഒരു ഉറപ്പായിട്ടും മാമിൻ്റെ ഒരു പേഴ്സണൽ ലൈഫും ഈ ഒരു വർക്കിംഗ് ലൈഫും കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ. നൈറ്റ് ട്രാവലിംഗ് വരും, വീട്ടിൽ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പറ്റത്തില്ല. എങ്ങനെ കൊണ്ടുപോകുന്നു ഈ ഒരു വർക്ക് ലൈഫ് ബാലൻസ്? അത് ശരിക്കും ഞാനല്ല സ്ട്രഗിൾ ചെയ്യുന്നത്. കാരണം എൻ്റെ ഹസ്ബൻഡാണ് സ്ട്രഗിൾ ചെയ്യുന്നത്. കാരണം ഇപ്പൊ എനിക്ക് ട്രിവാൻഡ്രത്താണ് ഷൂട്ട്. ഞങ്ങൾ താമസിക്കുന്നത് കൊച്ചിയിലാണ്. ഒരു 10-13 ദിവസം ഞാൻ ഉണ്ടാവത്തില്ല. അപ്പൊ അത് മാനേജ് ചെയ്ത് അത് മീൻസ് അങ്ങനെ നമ്മളെ വിടുന്നുണ്ടല്ലോ എല്ലാം മനസ്സിലാക്കി. അത് ശരിക്കും ഞാനല്ല സ്ട്രഗിൾ ചെയ്യുന്നത്. ഇപ്പൊ അച്ഛനായാലും അമ്മയായാലും ബ്രദറായാലും ഹസ്ബൻഡ് ആയാലും അവരാണ് ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നത്. കാരണം നമ്മുടെ ഒരു പാഷൻ മനസ്സിലാക്കി കൂടെ നിൽക്കുന്നത് അവരാണ്. അതെ, പാഷനോട് സപ്പോർട്ട് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവും. ഫ്രീയാ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യുവാണ് അല്ലേ? അവരാണ് എനിക്ക് വേണ്ടി ആ സ്പേസ് ഉണ്ടാക്കി തരുന്ന ആൾക്കാർ. ഓക്കെ ഓക്കെ. എൻജോയ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ നന്നായിട്ട് ആ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യാം എന്നൊക്കെ വന്നാലും ഹസ്ബൻഡ് ആയാലും അച്ഛനൊക്കെ പറയുന്നത് എന്തിനാ, അത് ചിക്കുന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമല്ലേ. അപ്പൊ എനിക്ക് ആ സ്പേസ് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസ് ഉണ്ടാക്കി തരുന്ന ശരിക്കും അവരാ. ഓക്കെ, നല്ലൊരു സപ്പോർട്ടോടുകൂടി കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ? എനിവേ കൺഗ്രാറ്റുലേഷൻസ്. ഇനി നല്ലൊരു ഫ്യൂച്ചർ മാമിന് ഉണ്ടാകട്ടെ, ബ്രൈറ്റ് ഫ്യൂച്ചർ, പുതിയ പുതിയ പ്രൊജക്ട്സുകൾ, ഞങ്ങൾക്ക് പുതിയ പുതിയ വേഷങ്ങളിൽ മാമിനെ കാണാനായിട്ട് സാധിക്കട്ടെ. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഇതൊക്കെ ഒരു പടിയാണ് ഇനി ചവിട്ടി ചവിട്ടി കയറി പോകാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം എനിവേ ഓൾ ദ ബെസ്റ്റ് മാം. താങ്ക് യു സോ മച്ച്.